നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒടുവിൽ ഒമാനിലും കണ്ടെത്തി. ഒമാനിലെ ലാബുകളിൽ നടത്തിയ പരിശോധനയിൽ കോവിഡിനെ ഇന്ത്യൻ വകഭേദം കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഡെൽറ്റ വൈറസിന്റെ സാന്നിധ്യമാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആരോഗ്യ മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. ദക്ഷിണാഫ്രിക്കൻ ബ്രിട്ടീഷ് വകഭേദങ്ങളും അവിടെ പടരുന്നു. ജനിതക മാറ്റം രോഗവ്യാപനത്തിന് വഴിയൊരുക്കുന്നതായി ലബോറട്ടറി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ തൗബി ഒമാൻ ടെലിവിഷന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. കോവിഡ് വ്യാപനത്തെ നിയന്ത്രിക്കുക എന്നതാണ് ഇതിനുള്ള ഏക പോംവഴിയെന്നും അവർ വ്യക്തമാക്കുന്നു. അതേസമയം ഒമാൻ ജനസംഖ്യയുടെ 12% പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. 2,64,335 പേർ ആദ്യ ഡോസും 1,70,755 പേർ 2 ഡോസും എടുത്തതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. 4,415 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായാണ് റിപ്പോർട്ട്. 46 പേർ മരിക്കുകയും 2,459 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. ആകെ കോവിഡ് കേസുകൾ 2,34,634 ആണ്. ആകെ മരണം 2,513. ആകെ കോവിഡ് മുക്തി 2,10,952 ആണ്. നിലവിൽ 1,180 പേർ ചികിത്സയിലുണ്ട്. സൗദി അറേബ്യയിൽ 19 പേർക്ക് കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു. 1,017 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1,133 പേർ രോഗമുക്തി നേടി. ആകെ കേസുകൾ 4,65,797 ആയിരിക്കുന്നു. ഇവരിൽ 4,48,093 പേരും രോഗമുക്തി നേടി. ആകെ മരണം 7,572. നിലവിൽ 10,132 പേർ ചികിത്സയിലുണ്ട്. ഇവരിൽ 1,562 പേരുടെ നില ഗുരുതരമാണ്. അതേസമയം ഈ വർഷത്തെ ഹജ്ജിന് സൗദിക്കകത്തു നിന്നുള്ള സ്വദേശികളും വിദേശികളുമായ 60,000 പേർക്ക് അവസരമുണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസത്തെ അധികൃതരുടെ പ്രഖ്യാപനത്തിന് തുടർച്ചയായി ഹജ്ജ് രജിസ്ട്രേഷൻ നടപടിക്ക് തുടക്കമായി. രജിസ്ട്രേഷൻ നടപടി ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ നിരവധി പേർ ബുക്ക് ചെയ്യുന്നുവെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ 3 കാറ്റഗറിയിലാണ് രജിസ്ട്രേഷൻ സ്വീകരിക്കുന്നത്. മിന ടവറിലും ടെന്റുകളിലെ പാക്കേജ് എന്നിവയാണ് അവ. ഏറ്റവും ഉയർന്ന നിരക്ക് മിന ടവറിലെ പാക്കേജിനാണ് 16,560 റിയാൽ, 14,381 റിയാൽ, 12,113 റിയാൽ എന്നിങ്ങനെയാണ് 3 വ്യത്യസ്ത പാക്കേജുകളുടെ നിരക്കുകൾ. ഇതിന്റെ കൂടെ വാറ്റും നൽകേണ്ടി വരും. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ആരംഭിച്ച പോർട്ടൽ 10 ദിവസം വരെ പ്രവർത്തിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.